വെൽക്കം ബാക്ക് എസ് ടി സ്പോർട്സ് ഗൈസ്. അപ്പൊ ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹമ്മദാൻ മത്സരം നടന്നത്. വളരെ നിരാശപ്പെടുത്തുന്ന മത്സരം തന്നെയായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ഒരു ഹോപ്പ് പോലും ഇല്ലാത്ത മത്സരം തന്നെ എന്ന് പറയാം. നമ്മൾ വിചാരിച്ചത് വെച്ചാൽ ഒരു 5-0 അങ്ങനെയൊക്കെ തോൽക്കുമെന്നാണ്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ 2-0 തോറ്റുള്ളൂ. ആദ്യ ഗോള് വരുന്നത് ജേമി മെക്ലാരൻ എന്നങ്ങായിക്കാണ് അടിക്കുന്നത്. ഒരു നല്ല ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിട്ട് എന്തോ സെർജിയോ റോബേറോ കലക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്തോ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് സ്കില്ലൊക്കെ ഉപയോഗിച്ച് ജാമി മെക്ലാരൻ ആ ഒരു ഫിനിഷ് ചെയ്യുകയായിരുന്നു. ആ ഫിനിഷിങ്ങൾ ലൈവ് കണ്ടെങ്കിൽ എനിക്ക് തിരിയും. അടിപൊളി കാണിക്കായിരുന്നു. സച്ചിനോ ഡിഫൻസിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ നല്ലൊരു ഹോൾഡ് തന്നെയാണ്. നമ്മൾ കളി തുടങ്ങിയിട്ട് കളി കഴിയുന്നവരെ നമ്മൾ ഡിഫെൻഡിങ് തന്നെയാണ് പൂർണ്ണം നോക്കിയത്. പൂർണ്ണമായി നമ്മൾ ഡിഫെൻഡിങ് തന്നെയാണ് കളിച്ചത്. പക്ഷെ നമ്മളതിൽ ബോൾ കൺട്രോൾ ഉണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. ബോൾ കൺട്രോൾ ഒക്കെ നമ്മൾ ത്രോയോ കോർണറോ അങ്ങനെ കിട്ടിയാലേ കിട്ടില്ലും. പിന്നെ സെക്കൻഡ് ഹാഫിൽ കെവിൻ യോക്കും മാർലോൺ റൂയിസും ഒക്കെ വന്നേരാണ് കുറച്ചും കൂടി ആവേശമായ കളിക്ക്. കെവിൻ യോക്കിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം അവസരങ്ങൾ ആ താരം സൃഷ്ടിക്കാൻ നമ്മൾ കണ്ടായിരുന്നു. ബാക്കിയുള്ള താരങ്ങളൊക്കെ ബിലോ ആവറേജ് പെർഫോമൻസ് കാണിക്കാണ് കാഴ്ചവെച്ചത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് 2-1 കളി കഴിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 5-0 6-0 പോകുമെന്ന് കരുതിയിരുന്നു. കാരണം 23 ഷോട്ടോ എന്തോ അവര് എതിർത്തു. അതിനകത്ത് 7 ഓൺ ടാർഗറ്റ് ആയിരുന്നു. എന്തോ ലെക്ക് കൊണ്ടാണ് നമ്മൾ അധികം കൺസീഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഡിഫൻസ് നല്ലോണം കളിച്ചു. വികാസ് ഉംനാമാണെങ്കിലും ഓമർ ബായ് ആണെങ്കിലും അവർ രണ്ടാളും നല്ലോണം കളിച്ച്. കെവിൻ യോക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെവിൻ യോക്കിന്റെ ഭാഗത്ത് നിന്നും എല്ലാ പ്ലേയേഴ്സും ഇനി സെറ്റായി വരണം. സെറ്റായി കഴിഞ്ഞിട്ട് ഈ കളി 2-0 ആണെങ്കിൽ അടുത്ത നമ്മുടെ ഹോം മാച്ച് മുംബൈ സിറ്റി എഫ്സിന്റെ ഒപ്പര അതെങ്ങനെയെങ്കിലും ഒരു വിന്നാക്കി മാറ്റാൻ കഴിയും കേരള ശ്രമിച്ചാല്. ആ വിന്നാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.